ഞങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്കൊക്കെ നെഞ്ചോട് ചേർത്ത് തോന്നിയൊരു ഹഗ് താങ്കളും ആസിഫ് അലിയും തമ്മിലുള്ളതായിരുന്നു. ഒരുപാട് സ്റ്റാറ്റസുകൾ നമ്മൾ കണ്ടു, വാട്സപ്പ് സ്റ്റാറ്റസ് അടക്കം. അത് അവിടെ തീർന്നു എന്നുള്ളതാണ്. താങ്കളുടെ ഒരു നേരത്തെ പറഞ്ഞു മാനസികമായിട്ട് എനിക്ക് അപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഏതാണ് നേരത്തെ ഗുരുജി പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ താങ്കൾ പറഞ്ഞത്, പിന്നെ നെഗറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്കിത് മനസ്സിലേക്ക് വന്നത്. അല്ല, ഞാൻ ചോദിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. പക്ഷേ താങ്കളത് അവിടെ ആ ഒരു ഹഗ് ഉണ്ടായിരുന്നല്ലോ, ഇത്രേ ഉള്ളൂ എന്നുള്ള ഒരു ഇഫ്താർ വിരുന്നില്, അത് മലയാളിക്ക് കൊടുത്തത് ഒരു വലിയ സന്ദേശമാണ്. കാരണം അതുവരെ ഉണ്ടായിരുന്ന എന്തൊക്കെ ജഗപകകളായിരുന്നു അവിടെ അവസാനിച്ചതെന്നല്ല. എനിക്ക് ഇപ്പോഴും എന്റെ കണ്ണെന്നറിയണം. ശരിക്കും സെന്റിമെന്റൽ ആവാണ് ആ കാര്യത്തില്. അനാവശ്യമായിട്ട് ഓരോന്നും ഉണ്ടാക്കിയില്ല. ശരിക്കും ഞാനും ആസിഫും സ്നേഹം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. പിന്നെ എന്തിനീ പ്രശ്നങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കിയെന്ന് എനിക്ക് ചിന്തിക്കുന്നത്. പോയി ആരടുത്തും ചെയ്യാൻ പാടില്ല അത്. ചെയ്യാൻ പാടില്ല. അല്ല, ഞാന് വെരി ബാഡ്. അതെ, തീർച്ചയായിട്ടും ഞങ്ങൾക്കത്. പക്ഷെ അതാണ് പറഞ്ഞവർക്ക് പോലും അത് കണ്ടപ്പോ അല്ലെ എന്ത് തോന്നി മധുവന്തി, ആ ഒരു ഹഗ്ഗിൽ അത് മൊത്തം തീർന്നു എന്നുള്ളതാണ്. ഞാനും അത് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി, ഇത്രേ ഉള്ളൂ. അത് ആ 2 വാക്ക് മതി അതിന്. എന്തായിരുന്നു അച്ഛൻ ഇവിടെ വന്നിട്ടും ഭയങ്കര അല്ല, ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതില് അവരുടെ രണ്ടുപേരുടെയും അത് അന്ന് ആ ഇഷ്യൂ നടക്കുന്ന സമയത്ത് അച്ഛൻ ആസിഫേട്ടനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ചെയ്ത സമയത്തും ഇവര് തമ്മിൽ ഒരു പ്രശ്നങ്ങളും അവിടെ നടന്നി, അവർക്ക് രണ്ടുപേർക്കും ഉള്ളിൽ ഇതെന്താ സംഭവിച്ചെന്നുള്ളത് അദ്ദേഹത്തിനും അറിയില്ല, അച്ഛനും അറിയില്ല. പക്ഷെ പെട്ടെന്ന് ഇതൊരു വേറൊരു ആംഗിളിലോട്ട് പോകുന്നു. അത് ആരൊക്കെയോ കൊണ്ടുപോയി ആ വിഷയം, അല്ലെ? ആരൊക്കെയോ ഡ്രാഗ് ചെയ്തുകൊണ്ട് അങ്ങ് പോവായിരുന്നു. അങ്ങനെ അത് ഓരോരുത്തരുടെ ഓരോരോ ചിന്തകൾക്കനുസരിച്ച് അത് മാറി 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 പലതരത്തിലെത്തി. അത് വളരെ വേഴ്സണായി. അത് റിലീജിയസ് രീതിയിലും എല്ലാ രീതിയിലും അത് വളരെ ഇതായി. പക്ഷെ അത് അങ്ങനെ മാത്രം ഇതാവാൻ ഞങ്ങൾ ഇവിടെ ഉള്ളിൽ, കാരണം ഞാൻ എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 2 months ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ നേരം. അപ്പൊ ഞാൻ ഇത് എല്ലാം അറിയുന്നു, കേൾക്കുന്നു. പക്ഷെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് പേഷ്യന്റ്ലി ഇരിക്കുക, എപ്പോഴെങ്കിലും ഇത് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. അല്ലെങ്കിൽ ഒരു കുറച്ച് നാള് ഇത് ഇപ്പൊ ഉള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം വരും, ഇതൊരു 2 days ഉണ്ടാവും, അത് കഴിയുമ്പോൾ അതിൽ പോകും. ഞാൻ പറഞ്ഞ പോലെ ഒരു ഫ്ലോവിന്റെ പുറത്ത് നമ്മളും കുറച്ച് നാൾ ഇങ്ങനെ ഫ്ലോ ചെയ്തു. അത് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴേ രണ്ടുപേര് ഇവര് വരുമ്പോ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളവരുടെ മുഖത്തടി കിട്ടിയ പോലായിരുന്നു. ഒരൊച്ച കെട്ടിപ്പിടുത്തം. ആസിഫലിയുടെ ഒരു ഡയലോഗും, നിങ്ങളോട് ഞാൻ എന്താ പറയാ, അപ്പോ എന്തായിരുന്നു ആ ഒരു ഹഗ്ഗിലുണ്ടായിരുന്നത്? എന്തായിരുന്നു മനസ്സില്? അല്ല, ആസിഫിനെ പെട്ടെന്ന് കാണല്ലേ. ആസിഫ് ഞാൻ വന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്റെ അടുത്തേക്ക്. കാണാൻ വരുന്നു. ഞാൻ ആസിഫിനെ നേരത്തെ കണ്ടിരുന്നു, പക്ഷെ ആസിഫ് എവിടെയുള്ളത് നോക്കിയിരിക്കുക ഞാൻ ആസിഫിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ആ സമയത്ത്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നു. അത് കഴിഞ്ഞ് ആസിഫിന്റെ അടുത്ത് നമ്മുടെ സ്വാമിജി പോയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു, രമേശ് ജി അവിടെ ഉണ്ടെന്ന്. അപ്പൊ ആസിഫ് ഉടനെ ഓടി വന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങാൻ പോവാ. അപ്പോഴാണ് അയ്യോ ഇടാ നീ വന്ന, അപ്പോഴാണ് വെള്ളയുടെ പൊണ്ണി നീ വാ, അങ്ങനെ രണ്ടുപേരും ഹഗ് ചെയ്യുന്ന. അപ്പോഴാണ് ഹഗ് ചെയ്യുന്നത്. അല്ല, വെറുതെ അല്ലേ അതൊക്കെ, എന്തിനാവശ്യം? അതൊക്കെ വർഗീയത പോലെ ഉള്ളൊരു സംഭവം പലവരും അതിനെ ഉണ്ടാക്കി. അതൊക്കെ ആ ഒരൊറ്റ ഇതിൽ തീർന്നു എന്നുള്ളതാണ്. അവർ പറഞ്ഞവരെവിടെ ഇപ്പോ? അല്ല, ഒന്നുമില്ലപ്പാ, നമ്മള് തമ്മിൽ ഒന്നുമില്ല. അത് ആ സമയത്ത് എന്റെ മാനസികമായ അവസ്ഥയാണ്. ഒരു പ്രശ്നം നമ്മളിപ്പോ അതിലേക്ക് പോകേണ്ട കാര്യമില്ല.